MTN ന്യൂസ് മലയാളം ടെലിവിഷൻ നെറ്റ്വർക്ക്. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട്, ജനങ്ങളോട് കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. ഞങ്ങൾ ജനങ്ങളോട് ചെയ്ത വാഗ്ദാനങ്ങളൊക്കെ നടപ്പാക്കണം എന്നൊരു വലിയ വെല്ലുവിളി ഞങ്ങളുടെ മുമ്പിലുണ്ട്. കാലിയായ ഒരു ഖജനാവിലേക്കാണ് ഞങ്ങൾ ഭരണത്തിന് ചെല്ലുന്നത്. ആ ഒരു പ്രതിസന്ധി ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. എന്നാലും ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്ന, സംസ്ഥാനത്തിന് വികസനം നൽകുന്ന, നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നല്ല ഭരണം, സുതാര്യമായ ഭരണം, സൽഭരണം കേരളത്തിന് കാഴ്ചവെക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അടുത്ത് തന്നെ UDF ഉണ്ടാകും. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് ഞങ്ങളെ ജയിപ്പിച്ച ജനങ്ങളോടുള്ള നന്ദിയാണ്, കൃതജ്ഞതയാണ്. ഇത്തവണ ഇത്ര വലിയ ഭൂരിപക്ഷത്തിന് 102 സീറ്റുകളുമായി നിയമസഭയിലെത്താനും ജയിച്ച സ്ഥാനാർത്ഥികൾ തന്നെ 85,000, 60,000, 65,000 ഒക്കെ ഭൂരിപക്ഷം നേടാനൊക്കെ സഹായിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. അതോടൊപ്പം ചില നടേശന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെയുള്ള കൃതജ്ഞത രേഖപ്പെടുത്താനാണ് ആദ്യമായി ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നത്. അല്ല, ഉപമുഖ്യമന്ത്രിയുടെ കാർ എന്നുള്ള പോസ്റ്റ് ഞാൻ പങ്കുവച്ചിട്ടില്ല. നമ്പർ 2 ആണ്. UDF അധികാരത്തിലെത്തുമ്പോൾ എല്ലാ കാലത്തും മുസ്ലിം ലീഗിൻ്റെ മന്ത്രി നമ്പർ 2 ആയിരിക്കും. അത് മാത്രമേ പറഞ്ഞുള്ളൂ. ഉപമുഖ്യമന്ത്രി ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. അത് ഉറപ്പാണല്ലോ, പണ്ടും അങ്ങനെ തന്നെയാണല്ലോ. UDF അധികാരത്തിൽ വരുമ്പോഴൊക്കെ നമ്പർ 2 മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിരിക്കും. അതിന് മുകളിലേക്ക് കയറ്റണോ എന്നുള്ളത് നിങ്ങളെല്ലാം കൂടി തീരുമാനിച്ചു. വനിതാ മന്ത്രി ഇല്ലാതെ എങ്ങനെ മന്ത്രിസഭ ഉണ്ടാക്കുക UDF? അല്ല, UDF ഏത് വനിത മന്ത്രിയായാലോ ലീഗിൻ്റെ കൂടി മന്ത്രിയാണ്. ലീഗിന് മാത്രമായി മുഖ്യമന്ത്രി ഇല്ല, ഉപമുഖ്യമന്ത്രി ഇല്ല, മന്ത്രിമാരും ഇല്ല, വനിതയില്ല, ദളിതും ഇല്ല, ഒന്നുമില്ല. ഇനി അല്ല UDF ആയിട്ട് മാത്രമേ ഞങ്ങൾ ചിന്തിക്കൂ. അല്ല, ഞങ്ങൾ UDF ആയിട്ട് ഇനി ചിന്തിക്കൂ, വിഭാഗീയമായി ചിന്തിക്കാൻ പാടില്ല. ഞങ്ങൾ നോക്കട്ടെ, 8ഓ 10ഓ കിട്ടുകയാണെങ്കിൽ അതും ഞങ്ങൾ സ്വീകരിക്കും, കുഴപ്പമൊന്നുമില്ല. അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ ചർച്ച പോയിട്ടില്ല. ഇന്നലെ റിസൾട്ട് വന്നു, ഇന്ന് ഞങ്ങൾ അതിൻ്റെ ആലസ്യത്തിലാണ്. ഈ ചർച്ചകളൊക്കെ നടക്കും. കുഞ്ഞാലി സാഹിബും തങ്ങളോട് പറഞ്ഞല്ലോ, കോൺഗ്രസ് UDF-ന് നേതൃത്വം നൽകുന്ന കക്ഷി അതിന് മുൻകൈ എടുക്കും, വിവിധ ഘടകകക്ഷികളുമായി സംസാരിക്കും, അതിൽ തീരുമാനം ഉണ്ടാവും. ഒരു കുഴപ്പമില്ലാതെ ഐക്യത്തോടുകൂടി, കെട്ടുറപ്പോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നിലപാടുകളും തീരുമാനങ്ങളും മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവും. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.